അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ഡയറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെൻപാൽ വിത്ത് മീ ആണ്. അപ്പോൾ ആർക്ക് അയക്കുന്നതെന്നൊക്കെ ഞാൻ വയ്യേ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഡെസ്ക് ക്ലോക്ക് എന്തിനാണ് ഞാൻ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ആർക്ക് അയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആമി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ അതായത് ലിങ്ക് കൊടുക്കുക. അപ്പോൾ അവൾക്കാണ് ഞാൻ ഈ പെൻപാൽ അയക്കുന്നത്. അപ്പോൾ ആൾക്ക് ഒരു പാസ്റ്റൽ ഷീറ്റ്സിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. പിന്നെ എന്നെപ്പോലെ എന്താ പറയുക, ഈ ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയായിരുന്നു ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവൾക്ക് തന്നെ അയക്കാൻ. ആളുടെ പേര് ആമിന എന്നാണ്. അപ്പോൾ ആമിനക്കാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിയിട്ട് പുറത്തു പോകും. അപ്പോൾ നമ്മൾ എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യുന്നൊരു ഞാൻ ഒരു പാസ്റ്റൽ ഷീറ്റ്സിൽ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പാസ്റ്റൽ ഷീറ്റ്സ് ആണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ അടുക്കി ഉള്ളത് അങ്ങനത്തെ സാധനം തന്നെയാണ്. കൂടുതലും എൻ്റെ അടുക്ക് അത് തന്നെയാണ്. കൂടുതലൊന്നുമല്ല, എല്ലാം എൻ്റെ അടുക്ക് ആ ഒരു പാസ്റ്റൽ തീമിലാണ് ഉള്ളത്. പിന്നെ കുറച്ച് വിൻറ്റേജ് ഉണ്ട്, പക്ഷേ വിൻറ്റേജ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു പിക്ചറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആമിനാന്ന് ജസ്റ്റ് ഒരു സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് പാസ്റ്റൽ ഷെയ്ഡ്സിൽ ആമിനാന്ന് എഴുതിയിട്ട് ഒട്ടിക്കുന്നതാണ് കേട്ടോ ഞാനിത്. അപ്പം എനിക്ക് ഈ സ്പേസ് ജസ്റ്റ് ഒന്നും തികഞ്ഞിട്ടില്ലായിരുന്നു, ബിക്കോസ് ആമിനാന്ന് എഴുതിയത് വലുതായിരുന്നു. അപ്പം എന്ന് കഴിഞ്ഞിട്ട് ഒട്ടിക്കാൻ സ്ഥലമില്ലായിരുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായതാണ്. എനിക്ക് ഉദ്ദേശിച്ച വേറെ ആയിരുന്നു, പക്ഷേ ഫൈനൽ ലുക്ക് വേറെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സാഡ്നെസ് എനിക്കുണ്ട്. പിന്നെ ഞാൻ വാഷി ടേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. വാഷി ടേപ്പ് കണ്ടെടുക്കാൻ മൊത്തത്തിൽ പാസ്റ്റൽ ഷീറ്റ്സിലാണ് ഉള്ളത്. നല്ല ഫ്ലോറൽ പ്രിൻറ്റ്. എനിക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ട് ഗൈസ്, അതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ, സോറി. അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ ലാസ്റ്റ് ഇങ്ങനെ ആയി. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഉണ്ടാക്കേണ്ടത് ലെറ്ററാണ്. ലെറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മളെ മെയിൻ സാധനമാണല്ലോ ഈ ലെറ്റർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ചെറുതായിട്ടാണ് എഴുതുന്നത്, ബിക്കോസ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. ഭയങ്കര ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കേണ്ടി വരും, അങ്ങനത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ലെറ്ററിൽ കുറച്ച് വലുതായിട്ട് എഴുതണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എഴുതിപ്പോയതാണ്. പക്ഷെ അത് അലമ്പ് ഹാൻഡ് റൈറ്റിംഗ് ആയി. അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവേണ്ട ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണുള്ളത്. അപ്പം ഒരു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനത് ഫോൾഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി. അതിൽ ഞാനൊരു കേഴ്സീവിലൊക്കെ ലെറ്ററിനൊക്കെ എഴുതിച്ച് ഒരു ചെറിയൊരു ഡെക്കറേഷനും വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. അതിൽ ഞാൻ ഈ ലെറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലുള്ള മിഫിൻ ആരെയും ശ്രദ്ധിച്ചോ എന്നുള്ള പറയും. ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ. അപ്പം ഇത് ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വാഷി ടേപ്പാണ്. അപ്പം ഞാൻ ആദ്യം കൺഫ്യൂസ് ആയി, ഇതെടുക്കണം അതെടുക്കണം. ഒരു പിങ്ക് ടീമാണല്ലോ, അപ്പം 3 പിങ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായത്. ലാസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വാഷി ടേപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. നല്ല ക്യൂട്ടായിട്ടുള്ള വാഷി ടേപ്പായിരുന്നു. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് നമ്മൾ ലെറ്റർ റെഡി ആയിട്ടുണ്ട്. അടുത്തതാണ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ക്ലിപ്പ് എടുക്കാൻ മറന്നു ഇതാണ്. അത് വിചാരിച്ചാൽ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി, അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളൊക്കെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്നും ആയിരിക്കും ഉണ്ടാവില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെ പെൻപാൽ ചെയ്യണ്ടേന്നെല്ലാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആളെടുക്കാൻ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എഴുതാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് കേട്ടോ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ റിപ്ലൈ ലെറ്റർ ചെയ്ത സമയത്ത് നമുക്ക് അതിനുള്ള ആൻസേഴ്സും തരും. നിങ്ങൾക്ക് ഇപ്പോൾ പെൻപാൽ ചെയ്യുന്ന സമയത്ത് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കുക. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 5 എണ്ണമാണ് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് 5 എണ്ണം തന്നെ ചോദിക്കണമെന്നില്ല, ഒരു 10 4 അല്ല 6 ഒക്കെ ചോദിക്കുക, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഇഷ്ടമുള്ള അത്ര കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതാണ് ഗുഡീസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആദ്യം ഒരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ കൊടുക്കുന്നത് വാഷി സാമ്പിൾസ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് കൊടുക്കാമെന്നാണ്. പക്ഷേ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഞാൻ നോക്കിയ സമയത്ത് കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, നമ്മളെ പേപ്പർ ഉണ്ടാവുമല്ലോ, പേപ്പറിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വാഷി ടേപ്പ്.
അപ്പം വാഷി സാമ്പിൾസിൽ മൊത്തത്തിലൊരു ഫ്ലോറൽ തീമായിരുന്നു എൻ്റെ കയ്യിലുള്ള. അപ്പം ഞാൻ അതിൻ്റെ 4 കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു പാറ്റേൺ പേപ്പേഴ്സ് ആയിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ള വിൻറ്റേജും എല്ലാം ആയിട്ടുള്ള നല്ല രസമുള്ള കുറച്ച് പാറ്റേൺ പ്രിൻറ്റ്സ് ആയിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു കുട്ടി എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുകയാണ്. ബിക്കോസ് എല്ലാം നല്ല പണി കിട്ടും, അത് അതിൽ മൊത്തത്തിൽ ഇതാവുമല്ലോ. അതുകൊണ്ട് ഞാൻ കുട്ടി എൻവലപ്പിലാക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ എൻവലപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനത് സാധാ വാഷ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് ഞാനത് ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഗുഡീസായിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് ഫോണിൻ്റെ ക്ലിയർ ആവുന്നതാണ്, അതെല്ലാവരും ക്ഷമിക്കുക. 2 ഷീറ്റ് സ്റ്റിക്കേഴ്സും എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു വാഷി സാമ്പിൾസ്, 1 അല്ല 4 വാഷി സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തുലിപ്പ് നേരിയ എൻവലപ്പും പിന്നെ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സാണ് 4 പാറ്റേൺ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു റൈറ്റിംഗ് എന്തോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അതാണ് ആ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. 3 സ്ട്രിപ്സ് ആയിട്ട്. അത് 3 സ്ട്രിപ്പല്ല, കുറേ സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ. അത് കട്ടയാണ്, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഗേൾസിൻ്റെ വിക്സസുമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഗുഡീസായിട്ട് കൊടുക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളതും ഇൻഡീജ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു ഗേൾസിൻ്റെത്. അപ്പോൾ ഇതാണ് ഞാൻ ഗുഡീസായിട്ട് കൊടുക്കുന്നത്. അതും ഞാൻ ജസ്റ്റ് വാഷി ടൈപ്പ് വെച്ചിട്ടാണ് കേട്ടോ അത് ക്ലോസ് ചെയ്തത്. പിന്നെ ഞാൻ ഗുഡീസായിട്ട് കൊടുത്തിട്ടുണ്ടായത് 2 ചാംസാണ്. നമ്മൾ ക്ലേ ആയിട്ട് വെച്ച് ചെയ്തിട്ടുണ്ടായ 3 ചാംസാണ് കേട്ടോ. 3 ചാംസ് കൊടുക്കാതെ വിചാരിച്ചാലാണ് ഈ ഐസ്ക്രീം അത്ര ഉണങ്ങിയിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഗുഡീസ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, നമ്മളെ മെയിൻ സാധനം ലെറ്റർ വെച്ചിട്ടുണ്ട്, പിന്നെ 2 ഷാംസ് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളെ പെൻ പാൽ ലെറ്റർ എന്ന് പറയുന്നത്. ഭയങ്കര ഈസിയാണ്. ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടൊന്ന് ശരിയാക്കുക, എന്നിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കുക സ്റ്റാമ്പ്സ് പോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യം ഒട്ടിച്ചത് ഭയങ്കര ചെറുതായിരുന്നു, എന്നിട്ട് ഞാൻ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോയിൽ ഇല്ല കേട്ടോ, ഫൈനൽ ലുക്കിലും ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ അത് മാറ്റിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.